ലബനനിൽ പ്രകോപനം സൃഷ്ടിച്ച് പ്രത്യാഘാതങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ഇസ്രയേൽ യുദ്ധം ഏതുവിധേനയും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വിളിച്ചു പറയുകയും എന്നാൽ ആക്രമണം ഇരന്നു വാങ്ങുകയും ചെയ്യുന്ന സയണിസ്റ്റുകളുടെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരം കൂടിയാണ് ഹിസ്ബുള്ളയുടെ പുതിയ ആക്രമണ പരമ്പര. സയണിസ്റ്റ് ഭീകരതയെ സധൈര്യം പ്രതിരോധിക്കുകയും ഏത് വെല്ലുവിളികൾക്കു മുന്നിലും പാറ പോലെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഫലസ്തീനികൾക്ക് വേണ്ടിയാണ് ഈ പോരാട്ടമെന്ന് പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ള സയനിസ്റ്റുകൾക്കെതിരെ പ്രതിരോധത്തിന്റെ കൂരമ്പുകൾ ഓരോന്നോരോന്നായി തൊടുത്തുവിട്ടത്. ഫലസ്തീനികളുടെ ധീരവും മാന്യവുമായ ചെറുത്തുനിൽപ്പിന് പിന്തുണ നൽകുന്നു. തെക്കൻ ലബനൻ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളോടുള്ള ഞങ്ങളുടെ ശക്തമായ പ്രതികരണമാണിതെന്ന് പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ള ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ മേഖല അടിച്ചു നിരപ്പാക്കിയത്. ഇസ്രായേൽ അധിനിവേശ സൈനിക സൈറ്റുകൾക്കും സൈനികർക്കുമെതിരെ നടത്തിയ പുതിയ ഓപ്പറേഷൻ പരമ്പരയാണ് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചത്. ഇസ്രായേലിന്റെ മെറ്റുല മേഖലയിലെ സൈനിക ശേഖരണവും രഹസ്യാന്വേഷണ കേന്ദ്രത്തിലെ നിരീക്ഷണ ഉപകരണങ്ങളും ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ച് ഹിസ്ബുള്ള തകർത്തെറിഞ്ഞിട്ടുണ്ട്. മെറ്റുല മേഖലയിൽ നേരിട്ടുള്ള ആക്രമണം നടത്തി മുന്നേറ്റമുണ്ടാക്കിയെന്ന് ഹിസ്ബുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കി. വടക്കൻ ഇസ്രായേലിലെ 2 സൈനിക സൈറ്റുകളിൽ മിസൈൽ ആക്രമണം നടത്തിയ ഹിസ്ബുള്ളയ്ക്ക് മറുപടിയായി ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനനിലെ പട്ടണങ്ങളിൽ വെടിവെപ്പും നടത്തി. വടക്കൻ ഹനിദ സൈറ്റിന് സമീപം ഇസ്രായേൽ സൈനികരെ ലക്ഷ്യമിട്ട് മിസൈൽ ആയുധങ്ങൾ പ്രയോഗിച്ചതായും ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ പ്രസ്താവനയോട് ഇസ്രായേൽ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തെക്കൻ ലബനനിലെ ടയർ, ബിൻഡ് ജിബൈൽ ജില്ലകളിലെ ഗ്രാമങ്ങൾക്ക് മുകളിലൂടെ ഇസ്രായേലി രഹസ്യാന്വേഷണ വിമാനം സ്ഥിരമായി സഞ്ചരിക്കുന്നുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലബനന്റെ വിവിധ മേഖലകൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കത്തിലാണ്. ഇരുപക്ഷവും തമ്മിൽ അതിർത്തി കടന്ന് ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും ഈ സംഘർഷങ്ങൾ സമ്പൂർണമായ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം. നമ്മെ ദ്രോഹിക്കുന്നവർ മരണത്തിന് വിധിക്കപ്പെട്ടവരാണെന്ന് പരാമർശിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ളയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതേസമയം മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരതയുടെ ബാക്കി പത്രങ്ങളായി ഗസ സിറ്റിയിൽ മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിക്കിടക്കുകയാണ്. 60 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയതെന്ന് ഗസ സിവിൽ എമർജൻസി സർവീസ് അറിയിച്ചു. ആഴ്ചകൾ നീണ്ട കനത്ത ആക്രമണത്തിന് ശേഷം ഗസയിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയതിന് പിന്നാലെയാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. തെൽ അൽ ഹവ, സബ്ര മേഖലകളിൽ നിന്നാണ് സൈന്യം പിൻവാങ്ങിയത്. സൈന്യം പിന്മാറിയ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ തെരുവിൽ ചിതറിയ നിലയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഒരു കുടുംബത്തിലെ 3 പേരുടെ മൃതദേഹങ്ങളും ഇതിൽ ഉൾപ്പെടും. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നുവെന്നും ഗസ സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബാസൽ പറഞ്ഞു. വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗങ്ങളുടേതുൾപ്പെടെയുള്ള 60 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. എന്നാൽ മൃതദേഹങ്ങളുടെ എണ്ണം 70 കടന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. സൈന്യം തമ്പടിച്ചിരുന്നതിനാൽ ഇത്രയും ദിവസം അനാഥമായി കിടന്നിരുന്ന മൃതദേഹങ്ങളാണ് കണ്ടെടുക്കുന്നത്. ഗസ സിറ്റിയെ കോൺക്രീറ്റ് കൂനയാക്കി മാറ്റിയതിനാൽ ഈ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിലും നിരവധി പേർ കിടപ്പുണ്ടാകാമെന്നാണ് കണക്കുകൂട്ടൽ. സൈന്യം പിന്മാറാത്ത ഇടങ്ങളിലെ മൃതദേഹങ്ങൾ മാറ്റാനും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ പോലും സൈന്യം തടയുകയാണ്. ഷുജയ്യയിൽ നിന്നും നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയതായാണ് വിവരം. Waytonikah.com, the exclusive Muslim matrimonial site.